പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് ഗണേശ്വരൻ എന്ന മഹാഗണപതി രൂപത്തെയാണ്, ആ ദർശനത്തെയാണ് ഈ വരികളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വിശുക്രപ്രാണഹരണ വാരാഹി വീര്യ അനന്തിത എന്നാണ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ വിഷങ്കനും വിശുക്രനും കാമേശ്വരന്റെ തീജ്വാലയിൽ ചാരമാക്കപ്പെട്ട കാമദേവന്റെ ചാരത്തിൽ നിന്നും പിറന്ന രണ്ടു പേർ, അതാണ് വിഷങ്കനും വിശുക്രനും. വിഷങ്കൻ ദ ഇന്നർ ഡെമൺ, അത് നമ്മളുടെ അംഗങ്ങളെ, ഇന്ദ്രിയങ്ങളെ നയിക്കുന്നു. വിശുക്രൻ എന്നാൽ എന്താണ്? ദ ഇന്നർ ഡാർക്ക്നെസ് എന്നാണ്, ഉള്ളിലുള്ള അന്ധകാരനാണ്. ആയുർവേദത്തിൽ ഒരർത്ഥം സെമൻ എന്നാണ്, അതായത് നമ്മളുടെ ശുക്ലം. ലൈറ്റ് എന്നൊരർത്ഥമുണ്ട്, ക്ലാരിറ്റി എന്നൊരർത്ഥവും കൂടെ ഉണ്ട്. അതും കൂടെ ഇവിടെ കണക്കിലെടുക്കണം. അപ്പോൾ ഇവിടെ വി എന്നാൽ എന്തോ ഒന്ന് ആ പ്രകാശത്തിന് തടയിടുന്നു, ഒപ്പോസ് ചെയ്യുന്നു നമ്മളുടെ ജ്ഞാനത്തിലേക്ക്. അതാണ് വിശുക്രൻ. വിശുക്ര പ്രാണഹരണ. പ്രാണ എന്നാൽ ലൈഫ് ഗിവിംഗ് ഫോഴ്സ് എന്നാണ്, അതായത് യൂണിവേഴ്സൽ എനർജി വിച്ച് ഫ്ലോസ് ഇൻ ആൻഡ് അറൌണ്ട് ദ ബോഡി. ഉള്ളിലും പുറമെയും പ്രാണനായി വസിക്കുന്ന വായു പ്രാണ. പ്ര എന്നാൽ മൂവിങ് ഫോർവേഡ്, എന്തോ ഒന്ന് പ്രോസസ്സിലാണ് എപ്പോഴും, അതായത് മുന്നോട്ടുള്ള ഗതി അല്ലെങ്കിൽ തുടർന്നുള്ള ഗതി, അങ്ങനെ പറയാം. ന അല്ലെങ്കിൽ ന എന്നാൽ ബ്രീത്ത്, നമ്മളുടെ ശ്വാസം, അല്ലെങ്കിൽ ടു ബി അലൈവ്, ജീവനോടെ ഇരിക്കുക. അപ്പോൾ അതാണ് പ്രാണ. ഹരണ എന്നാൽ എന്താണ്? പ്രാണഹരണ. നമ്മൾ രുക്മിണി ഹരണം, സുഭദ്രാഹരണം എന്ന് പറയും. അപ്പോൾ അവിടെ കൊല്ലുക എന്നുള്ള അർത്ഥമല്ല, എന്തോ ഒന്നിനെ എടുക്കുക, ടേക്ക് എവേ എന്ന് പറയില്ലേ, ആ ടേക്കിംഗ് എവേ, ക്യാരിങ് എവേ എന്നുള്ളതാണ് ഇവിടെ ഹരണ എന്ന് പറയുന്നത്. അപ്പോ എന്തോ ഒരെണ്ണത്തിനെ സീസ് ചെയ്ത് ആ പ്രാണനെ അമ്മ ദേവി കൊണ്ടുപോകുന്നു. ആരാണ്? വാരാഹി ദേവി. എന്തിനാണ്? ജീവൻ എടുക്കുന്നു എന്നുള്ളതല്ല അർത്ഥം. അപ്പോൾ അത് ശാരീരികമായി പോവും. ഇവിടെ ശാരീരികമായുള്ളൊരു അർത്ഥം മാത്രമല്ല. അപ്പൊ വാരാഹി ദേവി എടുക്കുന്നത് എന്തിനാണ്? പ്രാണഹരണ. പ്രാണനെ ഹരണം ചെയ്യുന്നു, സീസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. നമ്മൾ ബൈക്ക് സീസ് ചെയ്തെന്നൊക്കെ പറയുന്നില്ലേ, എന്തോ ഒന്നിനെ നിശ്ചലമാക്കി പ്രാണനെ ഹരണം ചെയ്യുന്നു. അപ്പോൾ ഒരു ഫിസിക്കാലിറ്റിയെ കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്, കൊല്ലുന്നതിനെ കുറിച്ചല്ല. നമ്മളുടെ ഉള്ളിലുള്ള ആ പ്രാണ എന്ന് പറയുന്ന ആ ശക്തി, അതായത് വിശുക്രന്റെയും വിഷങ്കന്റെയും പ്രാണനെയാണ് ഹരണം ചെയ്യുന്നത്. കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. കാമേശ്വര, കാമങ്ങളെല്ലാം അടങ്ങിയ ഈശ്വരൻ, അടക്കിയ ഈശ്വരൻ അല്ല. ഈശ്വരൻ എന്നാൽ ഒരു തത്വഭാവത്തെ കൂടി ഇവിടെ പറയുന്നു. അപ്പോൾ കാമങ്ങൾ അടങ്ങിയതിനാൽ ആ ഈശ്വരൻ ഇപ്പോൾ കാമേശ്വരനായി ഒരു തരത്തിൽ ധ്യാനാവസ്ഥയിൽ കൂടിയാണ് ഇവിടെ ഇപ്പോൾ ഭഗവാൻ മഹാദേവൻ. അങ്ങനെയുള്ള കാമേശ്വരന്റെ മുഖാലോക, മുഖം എന്നാൽ ഫേസ് എന്നൊരർത്ഥവും എടുക്കാം. എന്നാൽ ഇവിടെ മുഖം എന്നാൽ ഒരു തരത്തിലുള്ള ദർശനം കൂടിയാണ്. അമ്മ ഇപ്പോൾ ആ ദർശനത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. എന്നിട്ട് ആലോക, ആലോക എന്നാൽ നമുക്കറിയാം എന്താണ്? വെളിച്ചത്തിന് വിഘാതം നിൽക്കുന്നതെന്തോ, അതിൽ നിന്നും അമ്മ ദർശനം സ്വീകരിക്കുന്നു. ആരിൽ നിന്നും? ശ്രീപരമേശ്വരനിൽ നിന്നും, കാമേശ്വരനിൽ നിന്നും വെളിച്ചം സ്വീകരിച്ച് എന്തിനെ, ആരിനെ കൊണ്ടുവരുന്നു? ശ്രീഗണേശ്വര. ഭഗവാൻ ശ്രീഗണേശ്വരനെ. ശ്രീ എന്ന അർത്ഥത്തിന് കൃത്യമായ അർത്ഥം ഇവിടെ എടുക്കാം. മുൻപും പറഞ്ഞതാണ്, ശ്രീ എന്നാൽ സന്തതികൾ, സന്തതി എന്നർത്ഥമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ആ കാമേശ്വരന്റെ ഉള്ളിലെ വെളിച്ചത്തെ അമ്മ എടുത്തുകൊണ്ട് കൽപ്പിത, ക്രിയേറ്റീവായിട്ട് അമ്മ മാനിഫെസ്റ്റ് ചെയ്യുന്ന രൂപമാണ് ഗണേശ്വരൻ. അല്ലാതെ ഇവിടെ ഒരു മിത്തല്ല ഗണേശ്വരൻ എന്ന് കൃത്യമായി ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഗണേശ്വര
ആ ഗണങ്ങളുടെ ഈശ്വരനെ, ഗണങ്ങളുടെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സകല ഗുണങ്ങളുടെയും കൂടി ഈശ്വരനാണ്, ജ്ഞാനേശ്വരനും കൂടിയാണ് നമ്മളുടെ ബുദ്ധി. അതാണ് ഇങ്ങനെ കുത്തുന്നത്. ആ ഗണപതിയെ ഇവിടെ അമ്മ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല, അമ്മയുടെ ആ സ്വരൂപത്തിൽ നിന്നും കാമേശ്വരനിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്, ഒരു എനർജി തന്നെയാണ്. ആ ഗണേശൻ ഇവിടെ വന്നിരിക്കുന്നു. അതാണ് ഈ വരികൾ. അപ്പോ വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.